In a right triangle, the sum of squares of the perpendicular sides is equal to the square of the hypotenuse. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക അതിന്റെ കർണത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും. ഇതിനെയാണ് പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മട്ടത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ടു വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഈ തന്നിരിക്കുന്ന മട്ടത്രികോണത്തിന്റെ പേര് ABC എന്നാണ്. ഇതിന്റെ ലംബവശങ്ങൾ AB-യും BC-യുമാണ്. AC ആണ് ഈ ത്രികോണത്തിന്റെ കർണം. അപ്പൊ നമുക്ക് ഇതിന്റെ പൈതഗോറസ് സിദ്ധാന്തം ഇതിന്റെ ഈ ABC എന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ ബന്ധത്തെ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും. അതായത് ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക AB² പ്ലസ് BC². കർണത്തിന്റെ തുകയ്ക്ക് കർണത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും AC² AB² പ്ലസ് BC² ഈക്വൽ ടു AC² എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി തന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ ഒരു സമചതുരം കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? ഈ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഇതിന്റെ പ്രത്യേകത നമുക്ക് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മട്ടത്രികോണം കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ കർണത്തിലാണ് സമചതുരം വരച്ചിട്ടുള്ളത്. അപ്പൊ ഈ സമചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ത്രികോണത്തിന്റെ ലംബവശങ്ങൾ 1 സെന്റിമീറ്റർ ആണ്, ഇത് 1 സെന്റിമീറ്റർ ആണ്. നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇത് പേര് കൊടുക്കാം, ABC എന്ന് കൊടുക്കാം, ഇവിടെ D എന്നും E എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ വശത്തിന്റെ വർഗമാണ്. അപ്പോ വശത്തിന്റെ വർഗം സമചതുരം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഈ വശത്തിന്റെ വർഗം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമചതുരത്തിന്റെ പരപ്പളവാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മട്ടത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്, അതായത് ലംബവശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ വശത്തിന്റെ വർഗം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇവിടുത്തെ ABC എന്ന ത്രികോണത്തിന്റെ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് എങ്ങനെ എഴുതാം? AC² സമം AB² പ്ലസ് BC² എന്ന് എഴുതാം. ഇവിടുത്തെ AB എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1² പ്ലസ് BC എന്ന് പറയുന്നതും 1 സെന്റിമീറ്റർ ആണ്. 1² എന്ന് എഴുതാം. 1 പ്ലസ് 1 സമം 2 എന്ന് കിട്ടും. അതായത് AC² സമം 2 എന്ന് കിട്ടും. AC² എന്ന് പറയുന്നത് ഈ സമചതുരത്തിന്റെ പരപ്പളവാണ്. അതുകൊണ്ട് സമചതുരത്തിന്റെ പരപ്പളവ് സമം നമുക്ക് എന്ത് എഴുതാം? സമചതുരത്തിന്റെ പരപ്പളവ് സമം രണ്ട് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് എഴുതാം. അതായത് ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊരു ചോദ്യം. ഇവിടെ വരച്ചിരിക്കുന്ന ഈ മട്ടത്രികോണത്തിന്റെ ലംബവശത്തോട് ചേർന്നൊരു സമചതുരം വരച്ചിട്ടുണ്ട്. ഈ സമചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ചിത്രത്തിലെ ഈ മട്ടത്രികോണത്തിന്റെ പേര് ABC എന്ന് തന്നെ കൊടുക്കാം. ഇവിടെയും DE എന്ന് കൊടുക്കാം. നമുക്ക് BCDE എന്ന സമചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് എങ്ങനെയാണ് എഴുതുക? AB² പ്ലസ് BC² ഈക്വൽ ടു AC². ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BC എന്ന വശത്തോട് ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവാണ്. അതുകൊണ്ട് ഈ BC² ഇവിടെ വെച്ചിട്ട് AB² വലതുവശത്തേക്ക് മാറ്റാം. അപ്പൊ അങ്ങനെ വരുമ്പോ BC² ഇസ് ഈക്വൽ ടു AC² മൈനസ് AB² എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ AC-യുടെ അളവ് ചിത്രത്തിൽ നോക്കിയിട്ട് AC 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3² മൈനസ് AB എന്നത് 2² ആണ്. അപ്പൊ AB 2 ആയതുകൊണ്ട് AB² സമം 2². അപ്പൊ 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. മൈനസ് 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 9 മൈനസ് 4 എന്ന് വെച്ചാൽ 5. അപ്പൊ BC² ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഈ 5 ആണ് ഈ ഇതിന്റെ ഏരിയ ഓഫ് BCDE എന്ന് പറയുന്ന സമചതുരത്തിന്റെ ഏരിയ 5 ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ
സെന്റിമീറ്റർ. പരപ്പളവ്, സമചതുരത്തിന്റെ പരപ്പളവ് ഇസ് ഈക്വൽ ടു സമചതുരത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു 5 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 25 ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലെ ലംബവശത്തോട് ചേർന്നിട്ടാണ് സമചതുരം വരച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തവും ഉപയോഗിച്ച്, പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. ഇതിനും ഇതേപോലെ പേര് കൊടുത്തിട്ട് ചെയ്യാം. ABC എന്ന് ത്രികോണത്തിനും സമചതുരത്തിന് അതിന്റെ ബാക്കി അക്ഷരങ്ങൾ കൊടുത്ത് നമുക്ക് പൂർത്തിയാക്കാം. അപ്പൊ വട്ടത്രികോണം ABCയില് 3 വശങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാം? AB² + BC² = AC² എന്ന് തന്നെ എഴുതാം. പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് AB² + BC² = AC² എന്ന് എഴുതാം. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BC എന്ന വശമാണ്. BC എന്ന വശത്തോട് ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിതിനെ BC² = AB² വലതുവശത്തേക്ക് മാറ്റി എഴുതാം. അപ്പൊ AC² - AB² AB² എന്ന് എഴുതാം. അപ്പൊ AC², AC-യുടെ അളവ് 3.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3.5² - AB 1.5². 3.5ന്റെ സ്ക്വയർ എത്രയാ? 12.25 ആണ്. -1.5ന്റെ സ്ക്വയർ 2.25 ആണ് അല്ലെ? അപ്പൊ ഇത് മൈനസ് ചെയ്ത് എന്താ കിട്ടുക? 12.25 - 2.25. അപ്പൊ എത്ര കിട്ടും? 12 വേണമെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്യാം. 12.25 - 2.25. അപ്പൊ 0, 2 മൈനസ് ചെയ്താൽ 0. അപ്പൊ 10 അല്ലെ? 10.00 എന്ന് കിട്ടും. അതായത് 10 എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? BC² കിട്ടുക. BC² എന്ന് പറഞ്ഞാൽ ഈ വശത്തിന്റെ വർഗം എന്നാണ് അർത്ഥം. ഇതിന്റെ വർഗം എന്ന് പറയുന്നതാണ് ഈ സമചതുരത്തിന്റെ പരപ്പളവ്. അതായത് ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ കിട്ടിയ ആൻസർ അതേപോലെ എഴുതിയാൽ മതി. 10² സെന്റിമീറ്റർ. അത് തന്നെ മലയാളത്തില് പരപ്പളവ്, സമചതുരത്തിന്റെ പരപ്പളവ് ഇസ് ഈക്വൽ ടു സമചതുരത്തിന്റെ പരപ്പളവ് സമം 10 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും.